മണ്ട കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മൾ ബാൻഡ് പാസ് സബ്വൂഫർ ബോക്സ് ചെക്ക് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് ആ മൈക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് പല സമയത്തും ആ സൗണ്ട് മിസ്സായി കളിക്കുന്നു എന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സീൻ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ടെസ്റ്റ് വീഡിയോ അതിൽ ക്ലാരിറ്റി ആയില്ലെങ്കിൽ നമ്മളിന്ന് നല്ല ക്ലാരിറ്റിയോട് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക്, അതിൽ ക്ലാരിറ്റി ആവാത്തവർക്ക് ഒന്ന് ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ബേസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കൃത്യമായിട്ടും മനസ്സിലാവും. അപ്പോൾ ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കമൻറ്റ് ഇറ്റ്സ് മീ ടോർക്ക് എന്ന ചാനലിൻ്റെയാണ്. ബഫർ ആമ്പ് ചെയ്ത അസംബിൾഡ് ആംപ്ലിഫയറിൽ പിന്നീട് കയറ്റാൻ പറ്റുമോ? ബഫർ ആമ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ കറണ്ട് ആംപ്ലിഫയർ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു, ഒരു സിംഗിൾ ട്രാൻസിസ്റ്ററിൻ്റെ ബഫർ ആമ്പ്. അത്യാവശ്യം നല്ല എഫക്റ്റീവായ ഒരു സർക്യൂട്ടായിരുന്നു അത് ഒരുവിധം എല്ലാവരും ഉപയോഗിച്ച് നല്ല എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്ത ആംപ്ലിഫയറിൽ പിന്നീട് കയറ്റാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഏതൊരു ആംപ്ലിഫയറിലും ഏതൊരു സെക്ഷനിലും നമുക്കത് കയറ്റാം. സാധാരണ ബ്ലൂടൂത്ത് ആമ്പൊക്കെ ആണെങ്കിൽ അതിൽ ബാസ്റ്റബിൾ കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ ബാസ്റ്റബിൾ കൺട്രോളിൻ്റെയും പവർ ആംപ്ലിഫയറിൻ്റെയും, അതായത് വോളിയം കൺട്രോളിന് ശേഷം ബഫർ ആമ്പ് ആഡ് ചെയ്യുക. സോഴ്സ് നമ്മളെ ബ്ലൂടൂത്ത് പാനലാണോ ഇനി മറ്റെന്തെങ്കിലും ഇൻപുട്ടാണോ ആ സോഴ്സ് ബാസ്റ്റബിൾ ടോൺ ബോർഡിലേക്ക് കയറുന്നിടത്ത് ബഫർ ആമ്പ്, അങ്ങനെ രണ്ട് തരത്തിലാണ് കയറ്റേണ്ടത്. അപ്പോൾ ഏതൊക്കെ പോയിന്റിൽ ഇൻ ആൻഡ് ഔട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ആ ഇമ്പിഡൻസുകൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഫർ ആമ്പ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഒരു ആംപ്ലിഫയറിൽ ഇപ്പോൾ 4 സ്റ്റേജ് കൂടെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. 4 തരം ഇൻ ആൻഡ് ഔട്ട് സ്റ്റേജുകളാണെങ്കിൽ ഓരോ ഇൻ ആൻഡ് ഔട്ടിൻ്റെ ഇടയിലും ഒരു കറണ്ട് ഗെയിൻ നിർബന്ധമായിട്ട് വെച്ചാൽ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ചെയ്ത എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ ചെയ്തപ്പോഴാണ്. പക്ഷേ അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് പവർ ആമ്പിൽ മാത്രം കൊടുത്താൽ തന്നെ വലിയൊരു മാറ്റം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അടുത്ത നമ്മുടെ SV ടെക് എന്ന ചാനലിൻ്റെയാണ്. SV ടെക് 7931 എന്ന ചാനലിലാണ്. സ്റ്റീരിയോ പൊട്ടൻഷ്യോമീറ്ററിന് പകരം ഫസ്റ്റ് ചാനലിലും സെക്കൻഡ് ചാനലിലും പിൻ ഷോട്ട് ചെയ്ത് മോണോ പൊട്ടൻഷ്യോമീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു സംശയം, അതെന്താണ് ആവശ്യം എന്നാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് മോണോ ആക്കാൻ നമ്മളിപ്പോൾ ഡയറക്റ്റ് ജോയിൻ്റ് ചെയ്താലും മോണോ ആവും, ഒരു റെസിസ്റ്റർ വെച്ച് ജോയിൻ്റ് ചെയ്താലും മോണോ ആവും. അപ്പോൾ ഇതുപോലെ ആ പിന്നുകൾ വെച്ചിട്ടാകുമ്പോൾ ആ ലെവലിനനുസരിച്ച് മോണോ ആവും, വലിയ പെരുക്കില്ലാതെ മോണോ ആവും. അങ്ങനെ ആ മോണോ ആക്കുന്നത് കൊണ്ട് സബ്വൂഫർ കണക്ട് ചെയ്യാനാണോ അല്ലെങ്കിൽ മറ്റെന്തോ സ്റ്റീരിയോ മോണോ ആയിട്ട് സിംഗിൾ ചാനലായിട്ട് ഉപയോഗിക്കാനാണോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഇപ്പം മുൻപ് പറഞ്ഞ പോലെ വല്ല ഓപ്പാമ്പും വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് ആ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതുപോലെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സോഴ്സിന് അതൊരു ക്ഷീണമല്ല. അപ്പോൾ സോഴ്സിന് അല്ലെങ്കിലും അത് ക്ഷീണമല്ല, എന്നാലും വളരെ നല്ലതാണ്. ആ ഗെയിൻ കുറയാതെ തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റീവ് വർക്കിംഗ് കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ശരിക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഉദ്ദേശം എന്താണെന്ന് കൂടി പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മോണോ ആക്കേണ്ട ആവശ്യം കൂടുതലായിട്ടും സിംഗിൾ ടവർ, അതായത് ഇപ്പോൾ ബ്ലൂടൂത്ത് ടൈപ്പ് പോർട്ടബിളൊക്കെ ചെയ്യുകയാണെങ്കിൽ മോണോ ആയിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഉപയോഗിക്കാം ഈ രീതിയിൽ. കാരണം ബ്ലൂടൂത്ത് പാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് സ്റ്റീരിയോ ആണ്, നമ്മൾ ഇവിടെ മോണോ ആണെന്നുള്ളത് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അടുത്ത കമൻറ്റ് ഉല്ലാസ് എന്ന ചാനലിൻ്റെയാണ്. ക്രോസ് ഓവർ സർക്യൂട്ട് സ്പീക്കർ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? ക്രോസ് ഓവർ സർക്യൂട്ടും സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ടും 2 തരം ഫംഗ്ഷനാണ്. പാസീവ് ക്രോസ് ഓവർ വരുന്നത് ബോക്സിൻ്റെ അകത്താണ്. ചാനൽ സ്പീക്കേഴ്സിൻ്റെ ബോക്സിൻ്റെ അകത്താണ് പാസീവ് ക്രോസ് ഓവർ വരുന്നത്. സബ്വൂഫറിൻ്റെ ക്രോസ് ഓവർ, ആക്റ്റീവ് ക്രോസ് ഓവർ ആമ്പിനകത്ത്, അതേപോലെ ചാനൽ സ്പീക്കേഴ്സിന് പാസീവ് ആയിട്ടുള്ള ക്രോസ് ഓവർ ബോക്സിനകത്താണ് ഫിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എവിടെയും ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. DC വോൾട്ടേജ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യും, സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓഫ് ആവണം. ഔട്ട്പുട്ട് ലോഡ് ഷോർട്ട് ആയാൽ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യണം. ആംപ്ലിഫയറിൽ നിന്ന് DC അങ്ങോട്ട് ചെല്ലുക, അല്ലെങ്കിൽ ആംപ്ലിഫയറിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽഫങ്ഷൻ സംഭവിച്ചാൽ
അത് സെൻസ് ചെയ്ത് സ്പീക്കറിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ആവണം. സ്പീക്കറിലേക്ക് പോകുന്നത് അമിത വാട്ട്സ് ആണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ഓവർലോഡ് സെൻസ് ചെയ്തിട്ടോ അല്ലെ എന്തെങ്കിലും തരത്തിൽ അത് സെൻസ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യണം. ഇങ്ങനെ നോക്കിയാലും ആ സ്പീക്കറിനെ സേഫ്റ്റി ആക്കാനുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ആംബോ സ്പീക്കറോ കേടുവരാം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് ആംബ് നന്നാക്കുന്നതിനായിട്ടും കൂടുതൽ ചിലവ് ചിലപ്പോൾ സ്പീക്കേഴ്സ് നന്നാക്കാനായിരിക്കാം. അപ്പോൾ അത് സേഫാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് നമുക്ക് ക്രോസ് ഓവറിനകത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പുതിയ കണ്ടെത്താം. ചാനൽ സ്പീക്കേഴ്സിന് പാസീവ് ക്രോസ് ഓവർ വിത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ അതിനുള്ളിൽ കണ്ടെത്താം. അത് എങ്ങനെ അത് സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഐഡിയ കിട്ടാത്തത്. കാരണം അത് പവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന പവർ സപ്ലൈ ഉപയോഗിച്ചാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ നിതിൻ റിച്ചു എന്ന ആളുടെയാണ്. ബസ്സിൽ വെക്കാൻ പറ്റുന്ന ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം, എത്ര രൂപയാകും? അതായത് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കൊണ്ട് ഒരു ആംപ്ലിഫയർ ചെയ്തിരുന്നു, G-Star 2.1 ആംപ്ലിഫയർ. അപ്പോൾ അതിനകത്ത് ആ ടൈപ്പ് ബസ്സിൽ വെക്കണം എന്നാണ് പറയുന്നത്. എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടി ഈ കിറ്റ് എല്ലാം കൂടി ഒരു 4000 രൂപ സംതിങ് അറൗണ്ട് വരും ചിലവ്. കിറ്റ്, ആക്സറീസ്, ക്യാബിനറ്റ് എല്ലാം കൂടി. അതിനകത്തേക്ക് ഏതാണോ ആംബ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മൾ 100 + 100 + 200 ആണ് ഉപയോഗിക്കുന്നത്, അല്ല 50 ചാനൽ 100 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ചെറിയ കുറഞ്ഞ ചിലവിൻ്റെ ഇത് മതി, ബോർഡ് ഔട്ട്പുട്ട്, അതിനനുസരിച്ചിട്ടുള്ള പവർ സപ്ലൈ മതി. അപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ പവർ ആംപ്ലിഫയർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് 12 വോൾട്ട് ട്രാൻസ്ഫോമർ മതി. നിങ്ങളിപ്പോൾ 27 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, 27 വോൾട്ട് ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 27 വേണ്ട ഒരു 2.1 ബോർഡ് പവർ സപ്ലൈ, അതായത് പവർ ആംപ്ലിഫയറിൻ്റെ ബോർഡ് നിങ്ങൾ എടുക്കണം. അപ്പോൾ ആ ചിലവ് വന്നു. നിങ്ങളിപ്പോൾ ഹൈ പവറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 36 വോൾട്ടോ അല്ലെങ്കിൽ 42 വോൾട്ട് 50 സംതിങ് വോൾട്ടൊക്കെയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അതിനനുസരിച്ച് പവർ അതായത് ഔട്ട്പുട്ട് ആമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചിലവ് വരും. അപ്പോൾ ഏതാണോ ചിലവ് അതിന് വരിക അത് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചിട്ട് നമ്മൾ പവർ സപ്ലൈ സെലക്ട് ചെയ്യണം. വണ്ടിയിൽ 12 or 24 ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. വണ്ടിയിൽ ഇൻവേർട്ടർ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഇൻവേർട്ടറിലാണെങ്കിൽ ഇത് നേരിട്ട് പ്ലഗ് ചെയ്താൽ മതി. ഇൻവേർട്ടറിൽ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് DC to DC കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് 12 to 24, 12 to 27, 12 to 35, 32 ഉണ്ട്, 12 to 55 ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും നല്ല ആംബിയറുള്ള സാധനം സംഘടിപ്പിച്ചിട്ട് അത് ഇതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എത്ര രൂപ വരും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വെച്ച് പറയാം. 12 വോൾട്ടിൻ്റെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 11 രൂപ ചിലവ് പ്രതീക്ഷിക്കാം, നമ്മൾ അത് വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് ആ ട്രാൻസ്ഫോമറിന് ഇപ്പോൾ ഒരു 3 രൂപ, 3 സംതിങ്, 3.25 പ്രതീക്ഷിക്കാം. ഒരു 10 ആംബിയർ അതുപോലെ 12 ആംബിയർ കിട്ടുന്ന ടൈപ്പ് സബ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ആട്ടോ, അത് കൃത്യമായ വിലയല്ല. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു DC to DC എടുക്കുക, ബൂസ്റ്റ് കൺവേർട്ടർ എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 12 to ഡുവൽ സപ്ലൈ 12 to 012 എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോർഡിന് ഇപ്പോൾ വളരെ കുറഞ്ഞ വിലയുള്ളൂ. വളരെ കുറഞ്ഞ മീൻസ് ഒരു 2000 രൂപേൻ്റെ താഴത്തെ വിലയുള്ളൂ നല്ലൊരു ബോർഡ് നമ്മളെ നാട്ടിൽ കിട്ടുന്നത്. അതിലും കൂടിയ ആംബിയർ ഉള്ളതിന് അതിനനുസരിച്ച് വില വരും. അപ്പോൾ അത്രയും ഒരു 9-10 റേഞ്ച് ഒന്നില്ലേ, അങ്ങനെയാണ് നമ്മൾ വില കണക്കാക്കുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ചോദിച്ചാലോ നമുക്ക് ആരെയും പെട്ടെന്ന് ചോദിച്ചാൽ വില പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം പിക്ചർ കിട്ടിയാലേ ഏകദേശം വില പറയാൻ പറ്റുള്ളൂ. അടുത്ത അവൻ്റെ സിമ്പിളാണ്. ദീപു ശങ്കർ എന്ന ആളുടെയാണ്. മൈക്ക് സോക്കറ്റ് എങ്ങനെ ഫ്രണ്ട് പാനലിൽ ഫിറ്റ് ചെയ്യാം? അതും സെയിം വീഡിയോയിൽ വന്ന കമൻറ്റാണ്. കാരണം അതിൻ്റെ അകത്ത് ആക്രിലിക് ഷീറ്റും ആ ഒരു ഹോളും മൈക്കിൻ്റെ സോക്കറ്റ് വെക്കാൻ ഒരു ഹോള് മാത്രമേ തന്നുള്ളൂ. അതിലേക്ക് സൂട്ടബിളായ ഒരു നട്ടോ ബോൾട്ടോ അങ്ങനെ ഏതെങ്കിലും തരം ഫിറ്റിങ്സ് ആ ക്യാബിനറ്റിനകത്തോ ആ ഈ ഫ്രണ്ട് പാനലിൻ്റെ മുകളിലോ ഇല്ല. അത് ഉപയോഗിച്ചവർക്കറിയാം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അത് ഗ്ലൂ ഉപയോഗിച്ചാണ്. നമ്മൾ ഗ്ലൂ മീൻസ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ ഇതിൻ്റെ ബാക്കിൽ അത് ചിലർക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഗ്ലൂ ഗണ്ണും പൊളിച്ച് ഇത് തള്ളി ബാക്കോട്ട് പുറത്തേക്ക്, അതായത് ഉള്ളോട് മൈക്ക് ജാക്ക് കുത്തുമ്പോൾ ഇത് തള്ളി പോകുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് നമ്മളൊരു L ഷേപ്പ്ഡ് ഒരു ക്ലാമ്പ് അപ്പുറത്ത് ഈ ക്യാബിനറ്റിന് മുകളിൽ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് ഇതിന് സപ്പോർട്ടായിട്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും മൈക്ക് ജാക്ക് കണക്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഗ്ലൂവിൻ്റെ പുറമെ ഈ ക്ലാമ്പ് അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വളരെ സൂപ്പറാണ്. പിന്നെ അങ്ങോട്ട് വലിക്കുമ്പോൾ എന്തായാലും ആ പ്രശ്നം വരുന്നില്ല, അങ്ങോട്ട് തള്ളുമുള്ള പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പോൾ ഗ്ലൂ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു L ക്ലാമ്പ് ഉപയോഗിച്ചാൽ നല്ലതാണ്. അടുത്ത അവൻ്റെ WLB എന്തോ സ്പീക്കറിൻ്റെ എണ്ണം കൂടുമ്പോൾ പവർ അനുസരിച്ച് എത്ര പവറുള്ള ആംപ്ലിഫയർ വേണം എന്ന് വിശദീകരിക്കാമോ? സ്പീക്കറിൻ്റെ എണ്ണം ഇപ്പോൾ എക്സാമ്പിൾ കൂട്ടാം, 10 വാട്ട്. ഒരു സ്പീക്കറിൻ്റെ കയ്യിലുള്ളത് 10 വാട്ടാണ്. നിങ്ങൾ 10 വാട്ടിൻ്റെ ഒരു സ്പീക്കർ ഓരോ ചാനലിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അപ്പോൾ 10 + 10 20 വാട്ട്സ് ആണ് നിങ്ങളെ ആംപ്ലിഫയർ ഉണ്ടാവുക. അങ്ങനെയാണല്ലോ വരിക. നിങ്ങളിപ്പോൾ ഒരു സ്പീക്കർ കൂടെ അതിൻ്റെ കൂട്ടുന്ന എത്ര വാട്ട്സ് ആയിരിക്കും? 5 വാട്ട്സ്, 10 വാട്ട്സ്, 20 വാട്ട്സ്, അങ്ങനെ ഒരു അവറേജ് കൂട്ടുക. അപ്പോൾ 20 വാട്ട്സ് കൂട്ടുക. നിങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടിയത് നിങ്ങൾക്ക് 20 വാട്ട്സ് ആണ്. 20 ഇതിൻ്റെ കൂടെ കൂട്ടിയപ്പോൾ ഒരു ചാനൽ 30, ഒരു ചാനൽ 30. നിങ്ങൾക്ക് അവിടെ ഉള്ളത് 20 വാട്ട്സ്. 13 കൂടെ 60.
അപ്പോൾ 40 വാട്ട്സിൻ്റെ ഒരു ഡ്രോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആംപ്ലിഫയറിന് ലോഡ് ചെയ്യുമ്പോൾ കുഴപ്പം വരും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളവിടെ ആംപ്ലിഫയറിൻ്റെ പവർ അതിനനുസരിച്ചിട്ടുള്ള ബോർഡ് മാറ്റി അപ്ഡേറ്റ് ചെയ്യുക. അതേസമയം നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു 50 വാട്ട്സ് ചെയ്യുക. അത് പണ്ട് നമ്മൾ പറഞ്ഞതാണ്. 10 വാട്ട്സിൻ്റെ 5 സ്പീക്കർ കൂട്ടിയിട്ട് നിങ്ങളൊരു 50 വാട്ട്സ് ചെയ്തു. അല്ലെങ്കിൽ 10 വാട്ട്സിൻ്റെ 4 സ്പീക്കറും ഒരു ട്യൂട്ടറും വെച്ചു. അപ്പോൾ 10 വാട്ട്സിന് 4 വെച്ച് ഒരു ട്യൂട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 4 ohmsലേക്ക് ഒരു ടവർ വെച്ച് ചെയ്താൽ അതിൽ എത്ര സ്പീക്കർ ഉണ്ട് എന്നുള്ളതല്ല അവിടെ പ്രധാനം. അത് ടോട്ടൽ എത്ര വാട്ട്സ് ആൻഡ് ഓംസ് ആണ് അതിൻ്റെ ലോഡ് എന്നുള്ളതാണ് അവിടെ പ്രധാനം. ആ ആംപ്ലിഫയർ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ പവറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. 100 സ്പീക്കർ വെച്ചിട്ടോ ഇപ്പോൾ 20 സ്പീക്കർ വെച്ചിട്ടോ 10 സ്പീക്കർ വെച്ചിട്ടോ ചെയ്യാം ഒരു 100 വാട്ട്സ്. അതേസമയം സിംഗിൾ ഒരു 100 വാട്ട്സ് ഓഫർ ഒരു സ്പീക്കർ വെച്ച് നമുക്കൊരു ട്യൂട്ടറും വെച്ച് ഒരു 2-way ബോക്സ് ചെയ്യാം. അപ്പോൾ എത്ര സ്പീക്കർ എന്നുള്ളതല്ല പ്രധാനം, ഇത്രയും സ്പീക്കേഴ്സ് ടോട്ടൽ ലോഡ് എത്ര വരും, എത്ര ഓംസ് ആൻഡ് വാട്ട്സ് വരും എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അതിനനുസരിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ വാട്ട്സ് കണ്ടുപിടിക്കുക. അപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ മൺഡേ കമൻറ്റ് ബോക്സുകൾ വരുന്നത്. കാരണം പല തിരക്കുകളുള്ളതുകൊണ്ട് കമൻസിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഞാൻ ആ കമൻസിൻ്റെ ആ വീഡിയോസ് കുറച്ചതാണ്. കാരണം ആ സമയത്ത് നമ്മൾ വല്ല ഷോർട്സോ അല്ലെങ്കിൽ കണ്ടൻറ്റോ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിലാണ്.